അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസ ചൂഷണം ചെയ്തുകൊണ്ട് സാധുക്കളായ ജനങ്ങളെ നേർച്ചയുടെ പേരിൽ അതോടൊപ്പം തന്നെ മാലയും മൗലിദൊക്കെ ചെല്ലിച്ചുകൊണ്ട് ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതേപോലെ തന്നെ മജ്ലിസുന്നൂറിന്റെ പേരിൽ അൽ മഹ്ലറത്തുൽ ബദരിയ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ജനങ്ങളെ ചൂഷണം ചെയ്യുക. നേർച്ചയുടെ പേരിൽ നേർച്ച അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. പക്ഷെ അള്ളാഹുവിനാണ് നേർച്ച കൊടുക്കേണ്ടത്. അപ്പോൾ നേർച്ചയുടെ പേരിലൊക്കെ എന്ത് ചെയ്യുക, ഈ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന കുറേ മുസ്ലിയാക്കന്മാരും കുറേ തങ്ങന്മാരൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാവരും ഓരോരോ ചൂഷണത്തിന്റെ മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുക. ചിലവർ ജാറം വെച്ചിട്ടാണ്, ചിലർ മാല വെച്ചിട്ട്, ചിലവർ മജ്ലിസുന്നൂർ, ചിലവർ അൽ മഹ്ലറത്തുൽ ബദരിയ. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ AK വിഭാഗത്തിനാണ് മജ്ലിസുന്നൂർ, അതോടൊപ്പം തന്നെ അൽ മഹ്ലറത്തുൽ ബദരിയ എന്ന് പറയുന്നത് AP വിഭാഗത്തിൻ്റെത്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ എഴുതി കൂട്ടിയിട്ട് പരസ്പരം മത്സരിക്കുകയാണ്. ഇപ്പോൾ നോക്കത് സഹോദരങ്ങൾ, ഞാൻ നിങ്ങൾക്ക് തങ്ങളെ വീഡിയോ കാണിച്ചു തരാം. ആ ചങ്ങാതി പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ. വിശ്വാസികൾ മനുഷ്യന്മാർ അവർ ദൗർബല്യമുള്ളവരാണ്, ദുർബലരാണ്. ആ ദുർബലത, അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, യാതനകൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, അതുണ്ട് എന്ന് അറിയുമ്പോഴേക്കും ഈ തങ്ങന്മാർ മുസ്ലിയാക്കന്മാർ അവരെ പിടികൂടി അവരെ നേർച്ച ഇങ്ങോട്ട് കൊണ്ടുപോവാ, അല്ലെങ്കിൽ അത് മജ്ലിസിനോട് പങ്കെടുക്കുക, അല്ലെങ്കിൽ ആ ജാറത്തിലേക്ക് പോ, അല്ലെങ്കിൽ ഇന്ന മാല ചൊല്ലി, അല്ലെങ്കിൽ ഇന്ന മൗലിദ് ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ചൂഷണം ചെയ്യുന്ന ഒരുപാട് മതപുരോഹിതന്മാരുണ്ട്. കാരണം അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് തിന്നുന്നവരാണ് മതപുരോഹിതന്മാരെന്ന് ഖുർആൻ പറഞ്ഞത് എത്ര വാസ്തവാണ് നോക്ക് നിങ്ങൾ. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടുനോക്ക്. ഒരുത്തന്റെ ആധാരം കാണുന്നില്ല, ആധാർ കാർഡും ബാങ്ക് കാർഡും കടലാസും ഒപ്പിട്ട ചെക്കുമല്ലെന്ന് പറഞ്ഞിട്ട് ബേജാറ് പറഞ്ഞു. തങ്ങളെ കാണുന്നില്ല, എന്താ ചെയ്യണ്ട്? കിട്ടിയാ നിങ്ങൾക്ക് ഒരു പൈസ തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് നീ ആദ്യം നീയത്തൊക്കെ എനിക്ക് തരാൻ, നീ കിട്ടിയാ തരാന്നൊക്കെ നീ കണ്ടീഷൻ വെക്കല്ലാന്ന് പറഞ്ഞു. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, മജ്ലിസുന്നൂർ കഴിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. എന്നെ കൂട്ടിയിട്ട് എന്നെ കഴിക്കണം എന്ന് പറഞ്ഞു. കാരണം മറ്റു ഞാൻ അറിയൂലല്ലോ. എന്നെ കൂട്ടിയിട്ട് എന്നെ കഴിക്കണം എന്ന് പറഞ്ഞു. കാരണം മറ്റു ഞാൻ അറിയൂലല്ലോ. അങ്ങനെ മൂന്നാമത്തെ ദിവസം വിളിച്ചു പറഞ്ഞു, തങ്ങളെ ബസ്സിലുണ്ടായി, ബസ്സിന്ന് ക്ലീനർക്ക് കിട്ടി, ക്ലീനർ അത് എടുത്തു വെച്ച് അതിലൊരു നമ്പർ ഉണ്ടായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. ഓ എനിക്കെന്താ കൊടുത്തനാ? ഞാൻ കൊടുത്തിന് 1000 രൂപ എനിക്ക് കൊടുത്തിരുന്നു. മതി അൽഹംദുലില്ലാ. ഞാൻ എനക്ക് പറഞ്ഞു തന്നെ പറഞ്ഞു. ആധാറും രേഖ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചങ്ങാതി ഈ തങ്ങളെടുത്താണോ പോകുക? സാധാരണ എന്താ വേണ്ട, ഒരാൾ ATM കാർഡ് പോയി ആധാർ നഷ്ടപ്പെട്ട അത് ബാങ്കിൽ പോയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറയാ, പുതിയത് അപ്ലൈ ചെയ്യുക, അത്രല്ലേ ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ അത് കിട്ടിയവര് ഫോൺ നമ്പർ മര്യാദക്കാരൻ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് വിളിച്ച്, ഇപ്പം ഈ ഒട്ടുമിക്ക ആധാറിലും ഫോൺ നമ്പർ ഉണ്ട്, വിളിച്ച് തരും. അതിന് തങ്ങളെടുത്ത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളെ ഇവർ അങ്ങനെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്തിനാ തങ്ങൾ ഈ കഥ ഇവിടെ വിളമ്പിയത്? ഇതേപോലെ സാധനങ്ങളെ മിസ്സാവുമ്പോൾ ഈ തങ്ങളെ വന്ന് കാണണം, അതിനു വേണ്ടിയാണ് സന്ദേശം കൊടുക്കുന്നത്. അങ്ങനെയാണ് സമൂഹത്തിനെ പഠിപ്പിച്ചതേ. ഈ സാധുക്കളായ ജനങ്ങള് എന്തെങ്കിലും സാധനം കാണാതാകുമ്പോൾ അപ്പൊ പോകും ഓരോ ജാറത്തിലേക്ക്, അല്ലെങ്കിൽ ഓരോ മുസ്ലിം അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ ഓരോ തങ്ങളെടുത്തേക്ക് പോകും. ഇതാണ് ഇവരെ പേര്. ഇതിനിവര് സമൂഹത്തിനെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതാണ് മാർഗം, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ സാധനങ്ങൾ കളവ് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ സാധനം നഷ്ടപ്പെട്ട ഇങ്ങോട്ട് വരണം. അപ്പൊ ആ ചങ്ങാതി പറഞ്ഞത്ര നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാന്ന്. അപ്പൊ ഇയാൾ പറയാണ്, കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എനിക്ക് നക്കാൻ തരണം, അത് ഞാൻ വേണം. ആ പരിപാടി മജ്ലിസുന്നൂർ നടത്താനാ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ആധാർ കിട്ടാനേ, ആധാർ കിട്ടണമെങ്കിൽ മജ്ലിസുന്നൂർ നടത്തിയാലേ ഉള്ളൂ എന്ന് തിരിച്ചു കിട്ടണമെങ്കിൽ. അപ്പോഴേക്ക് ബസ്സിൽ നിന്ന് വിളിച്ചു എന്ന്. അപ്പോ അത് ഇയാൾ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇത് ഈ നേർച്ച നടത്തണമെങ്കിൽ. കാരണം ഇയാൾക്ക് അപ്പോഴല്ലേ ഒരുമിച്ച് നക്കാൻ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. ജനങ്ങളെ ഹക്കും പാത്തലൊന്നുമില്ല, ഇവർക്ക് പണം കിട്ടണം, വിശ്വാസികളെ ചൂഷണം ചെയ്യുക. ഇത് ഇങ്ങനെ കുറെ മുസ്ലിയാക്കന്മാർ ഓൺലൈനായിട്ടും അതേപോലെ അല്ലാതെയൊക്കെ ഒരുപാട് മജ്ലിസുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളാ. ചിലവർ ഏർവാടിൽ ഒരു തവണ അങ്ങോട്ട് പോകും, പിന്നെ ബ്രാഞ്ച് തുടങ്ങും. ഒരാൾ പിന്നെ അജ്മീറിൽ ഒരു തവണ പോകും, പിന്നെ അവിടുന്ന് ബ്രാഞ്ച് തുടങ്ങും. ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരു പാർട്ടിക്കാർ മുത്തുപേട്ടയിലേക്ക് പോകും, അവിടുന്ന് വന്നിട്ട് ഇവിടെ പിന്നെ എന്ത് ചെയ്യും, ബ്രാഞ്ച് തുടങ്ങും. അങ്ങനെ ബ്രാഞ്ച് കമ്മിറ്റിയും സബ് കമ്മിറ്റിയും അങ്ങനെയൊക്കെ ഹെഡ് ഓഫീസുമായിട്ട് ഇവർ ഇങ്ങനെ പിന്നെ വിശാലമായിട്ട് തിന്ന് കൊഴുത്ത് നടക്കുകയാണ്. ഇതാണ് ഈ സമൂഹത്തിന്റെ അവസ്ഥ. ഈ സമൂഹത്തിന് ഒരു ബോധം വരുന്നത് വരെ ഈ മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും എന്ത് ചെയ്യും, ഈ വിശ്വാസികളെ
ചൂഷണം ചെയ്ത് പിഴിഞ്ഞ് നീരെടുത്ത് കുടിക്കും ഇവര്. രക്തം വരുന്നത് വരെ ആ രക്തവും മാംസവും അടക്കം ഇവർ തിന്നും. ആ രൂപത്തിലാണ് സമൂഹത്തിന്റെ മുന്നിട്ടുള്ള പോക്ക്. ഇതിപ്പോ ഇത് മാത്രമല്ല, എത്രയോ മുസ്ലിയാക്കന്മാര് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൈസ പിരിക്കുന്നത്, പൈസ വാങ്ങുന്നത്. അള്ളാന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നുള്ള വിഷയമല്ല, അതല്ല ഇവിടെ കഥ. ഒരു പള്ളി കയറ്റാൻ വേണ്ടിയിട്ടാണ്, ഒരു മദ്രസക്ക് വേണ്ടിയിട്ടാണ്, ഒരു സാധുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സ്വതക്ക കൊടുക്കുക എന്ന് പറയുമ്പോൾ ദാനധർമ്മങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്, അത് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്, അത് കൊടുക്കേണ്ടതാണ്. അതല്ല. ഒരു ഭാഗത്ത് സ്വലാത്ത് മജ്ലിസ് അതിങ്ങനെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യാ, പിന്നെ പൈസ വാങ്ങുക. അതോടൊപ്പം തന്നെ പിന്നെ ഉറൂസിന്റെ പേര് പറഞ്ഞിട്ട്, നേർച്ചയുടെ പേര് പറഞ്ഞിട്ട്, നബിദിനത്തിന്റെ പേര് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ ഇതേപോലെയുള്ള കള്ളക്കറാമത്തുകൾ പറഞ്ഞിട്ട് ഇവർക്കാണ് കഴിവ്. സാധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചെടുത്ത് തന്നെ ഇവർക്കേ കഴിയുള്ളൂ. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പിന്നെ കളവ് പോയാൽ അത് കള്ളനെ പിടിച്ചാൽ ഇവർക്കേ കഴിയുള്ളൂ. സത്യം തെളിയിക്കാൻ ഒരു ജാറം. അങ്ങനെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് സമൂഹത്തിലെ ജനങ്ങളെ ഇവരുടെ കീഴിലാക്കിയിരിക്കുകയാണ്. ഇതിന്നൊക്കെ ജനങ്ങളെ ഉത്ബുദ്ധരായി കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ഈ വിഭാഗം ഇങ്ങനെ നമ്മളെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ളൊരു ബോധം ജനങ്ങൾക്ക് വരുന്നത് വരെ ഇവർ തിന്ന് കൊഴുത്ത് അങ്ങനെ നടക്കും. ഇതൊക്കെ നാളെ റബ്ബിനോട് പിന്നെ നിങ്ങൾ കൈകെട്ടി മറുപടി പറയണം. വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഈ പരിപാടി, പണം എങ്ങനെ ഉണ്ടാക്കി, എന്തിനു വേണ്ടി ചെലവഴിച്ചു, എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ രൂപത്തിലെ ഹക്കും ബാത്തലും ഇല്ലാതെ തിന്ന കാര്യം റബ്ബിനോട് കൃത്യമായിട്ട് കണക്ക് ബോധ്യപ്പെടുത്തണം. ഇതാണ് അവസ്ഥ. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യണം, ഉത്ബുദ്ധരാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവര് പല രൂപത്തിലും പല കോലത്തിലും ഇവര് പിന്നെ രംഗപ്രവേശനം ചെയ്യും. അതൊക്കെ ചതിയുടെ മാർഗമാണ്, ചൂഷണത്തിന്റെ മാർഗമാണ്. സത്യവിശ്വാസിക്ക് അവന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും റബ്ബിനോട് പറയാൻ 5 പൈസ ചെലവില്ല. അത് ഇസ്ലാം പഠിപ്പിച്ച മാർഗമാണ്. അതിൽ കൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ ഈ രൂപത്തിലൊക്കെ മുസ്ലിയാക്കന്മാർക്ക് തിന്നാൻ കൊടുക്കുക, ഈ പേരും പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഇല്ലാത്ത കുറെ ആചാരങ്ങൾ ഇവർ പഠിപ്പിക്കുക, അതിനു വേണ്ടി പൈസ ചെലവാക്കിയാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരും. എന്തിനു വേണ്ടി പൈസ കൊടുത്തു, ഞാൻ ഇന്ന സാധനത്തിന് വേണ്ടി പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന നബിദിനത്തിന് വേണ്ടി പൈസ കൊടുത്തു, അല്ലെങ്കിൽ മൗലൂദിന് വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ ഉറൂസിന് വേണ്ടി കൊടുത്തു, ആ ജാറത്തിനെ കൊണ്ടു കൊടുത്തു, ഈ ജാറത്തിൽ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാലൊന്നും റബ്ബ് വിടൂല. കൃത്യമായി അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് പണം. അത് കൃത്യമായ രൂപത്തിൽ തന്നെ ചെലവഴിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.